പ്രതിഭാഗത്തിന്റെ വാദം നടക്കുകയാണ്. വിവിധ വാദങ്ങൾ പോലീസ് ഉന്നയിച്ചത് തള്ളിക്കൊണ്ട് കെ രാമൻപിള്ള പ്രതിഭാഗ അഭിഭാഷകന്റെ വാദമാണ് നടക്കുന്നത്. ഹണി റോസിന്റെ പരാതി വൈകിയത് എന്തുകൊണ്ട് എന്ന് പോലീസ് അന്വേഷിച്ചില്ല എന്നൊരു വാദം കൂടി മുന്നോട്ട് വരുന്നു. വിശദാംശങ്ങൾ അരുൺ ശങ്കർ നൽകും. അരുൺ, പറയൂ. അതെ, അത് അങ്ങനൊരു വാദമാണ് ഇപ്പോൾ പ്രതിഭാഗം ഉന്നയിച്ചിരിക്കുന്നത്. ഹണി റോസിന്റെ പരാതി വൈകിയത് എന്തുകൊണ്ടെന്ന് പോലീസ് അന്വേഷിച്ചില്ല എന്നുള്ളതാണ് രാമൻപിള്ളയുടെ ഒരു ചോദ്യം. പരാതി കിട്ടിയ ഉടൻ തന്നെ വയനാട്ടിലെത്തി ബോബിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്നും രാമൻപിള്ള പറയുന്നുണ്ട്. അപ്പോൾ ഈ ആരോപണങ്ങൾ വ്യാജമാണെന്നും അതോടൊപ്പം തന്നെ ആരോപണത്തിന്റെ അടിസ്ഥാനമായ പരാതി വൈകിട്ടുണ്ടെന്നും എന്നുള്ളതാണ്. ആ വൈകലിന് പിന്നിൽ മറ്റെന്തോ ലക്ഷ്യമുണ്ടെന്ന് സ്ഥാപിക്കാനാണ്, അല്ലെങ്കിൽ മറ്റേതോ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പരാതി നൽകിയതെന്ന് സ്ഥാപിക്കാനാണ് അത്തരത്തിലൊരു വാദം രാമൻപിള്ള ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ആരോപണത്തിന് അടിസ്ഥാനമായിട്ടുള്ള അശ്ലീല പരാമർശങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് രാമൻപിള്ള പറയുന്നത്. കുന്തി ദേവിയുമായി ബന്ധപ്പെടുത്തി നടത്തിയ പരാമർശങ്ങൾ അശ്ലീലമല്ല. ആ പരാമർശങ്ങൾ നടത്തിയതിന് ശേഷവും ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു. ആ സംഭവത്തിന് ശേഷവും മറ്റൊരു പരിപാടിയിൽ ഇരുവരും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുന്തി ദേവി പരാമർശം ഹണി റോസിന് പ്രാഥമികമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിരുന്നില്ല എന്നതാണ് ഈ അഡ്വക്കേറ്റ് രാമൻപിള്ള സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഹണി റോസ് ഈ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു. അത് ഒരു സംഭവത്തിൽ അങ്ങനെ ഉണ്ടായി. പക്ഷേ തുടർച്ചയായി വീണ്ടും തൻ്റെ പുറകെ നടന്ന് തന്നെ തൻ്റെ സ്ത്രീത്വത്തെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് പരാതിയിൽ പറയുന്നത്. അതായത് ഒരു സംഭവമല്ല, തുടർച്ചയായിട്ടുള്ള സംഭവങ്ങളിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നു. സമൂഹ മാധ്യമങ്ങൾ വഴിയും അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഹണി റോസിൻ്റെ പരാതി. അപ്പോൾ ആ പരാതി ഈ ഒരു സംഭവം കൊണ്ട് മാത്രം തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും കോടതി ഇക്കാര്യത്തിൽ എടുക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. കോടതി ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലൊരു കാര്യം തന്നെ കോടതി നിരീക്ഷിച്ചിരുന്നു. പരാതി നൽകാൻ എന്തുകൊണ്ട് ഇത്രയും കാലതാമസം എടുത്തു എന്ന ഒരു കാര്യം. പക്ഷേ ഹണി റോസ് നൽകിയ പരാതിയിൽ നിരവധി തവണയായി അധിക്ഷേപിച്ചു എന്നത്, തുടർച്ചയായി നൽകിയ അവഹേളനം മടുത്തപ്പോഴാണ് പരാതി നൽകിയത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും അവർ അഭിപ്രായമായി മാതൃഭൂമി ന്യൂസിനോടും ഇക്കാര്യം പങ്കുവച്ചിട്ടുണ്ട്.